ഓം ഹ്രീം ഹ്രീം. നമസ്കാരം. പണത്തിനും സമ്പത്തിനും യാതൊരു കുറവുമില്ലാതെ ലക്ഷ്മി ദേവിയുടെയും കുബേരൻ്റെയും അനുഗ്രഹത്താൽ സമ്പന്നമാകുന്ന 3 രാശിക്കാരുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലത്തെ കഷ്ടകാലം നിറഞ്ഞ ജീവിതത്തിന് ഒടുവിൽ ഒരു വലിയ മഹാഭാഗ്യത്തിലേക്ക്, ഒരു വലിയ നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ്. ജ്യോതിഷപ്രകാരം ഓരോ രാശിക്കാർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ചിലർ വലിയ രീതിയിൽ രക്ഷപ്പെടും. ചിലരുടെ പെരുമാറ്റവും സ്വഭാവവും വ്യത്യസ്തമായിരിക്കും. പണത്തിനും സമ്പത്തിനും കുറവില്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ, വലിയ ആർഭാടപൂർവം ജീവിക്കാൻ, സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ലഭ്യമാകുന്ന 3 രാശിക്കാർ. ഇവർ സത്യസന്ധരും ബുദ്ധിശാലികളുമായിരിക്കും, മറിച്ച് കഠിനാധ്വാനികളും ആയിരിക്കും. ഇവരുടെ കുശാഗ്ര ബുദ്ധി കൊണ്ട് എവിടെയും വിജയിക്കുന്നവരാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കുന്ന നക്ഷത്രജാതകർ. കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു തന്നെയാണ് ഈ നക്ഷത്രജാതകർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ശുക്രൻ ഉദിക്കാൻ പോവുകയാണ്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ, ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ, ഇവർക്കിനി സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ പൊന്നു തമ്പുരാട്ടിക്ക് ശർക്കര പായസം നേദിച്ച് നാളെ ഞായറാഴ്ച പൂജയുണ്ടായിരിക്കുന്നതാണ്. ഗണപതി ഹോമവും ഉണ്ടായിരിക്കും. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇതിൽ പങ്കെടുപ്പിക്കും. ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് എഴുതിയേക്കുക. ലക്ഷ്മി ദേവിയുടെയും കുബേരന്റെയും അനുഗ്രഹത്താൽ സമ്പന്നമാകുന്ന 3 രാശിക്കാർ. ഇവർക്ക് വലിയൊരു നേട്ടം വന്നു ചേരാൻ പോവുകയാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ പോവുകയാണ് ഈ രാശിക്കാർ. അതിൽ ആദ്യത്തെ രാശിക്കാരി എന്ന് പറയുന്നത് മകവും പൂരവും ഉത്രവുമാണ്. ചിങ്ങക്കൂറുകാരാണ്. ഒരു 20 വർഷത്തിന് ശേഷമുള്ള ഒരു വലിയ ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇവർ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സങ്കടം. തൻ്റെ സങ്കടങ്ങളൊക്കെ ഇന്ന് തീരും നാളെ തീരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ നക്ഷത്രജാതകർ. പക്ഷേ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നിലേക്ക്, മറ്റൊരു അബദ്ധത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ദോഷത്തിലേക്ക് ഇവർ ചെന്ന് ചാടുകയായിരുന്നു. എന്നാൽ ഇനി ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ശുക്രൻ ഉദിക്കുന്ന സമയം തന്നെയാണ്. ഭാഗ്യക്കുറിക്ക് എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ്. ഇവർ സത്യസന്ധരും ബുദ്ധിശാലികളുമായിരിക്കും, കഠിനാധ്വാനികളായിരിക്കും. ഇവരുടെ കുശാഗ്ര ബുദ്ധി കൊണ്ട് ഇവർ എവിടെയും വിജയിക്കുന്നവരാണ്. കഠിനാധ്വാനവും ബുദ്ധിസാമർഥ്യവും ഉപയോഗിച്ച് ഇവർ പണമുണ്ടാക്കുന്നു. ധാരാളം പണവും പ്രശസ്തിയും ഇവർക്ക് ലഭിക്കുന്നു. സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവരിലുണ്ടാകും. ഇവർ ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ധനാഗമനമാണ്. മനസ്സമാധാനമാണ് വന്നു ചേരുക. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്രതീക്ഷിതമായ ധനലാഭം ഇവർക്ക് വന്നു ചേരും. കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കലഹങ്ങളൊക്കെ തീരും. അപവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അപവാദങ്ങളൊക്കെ പറഞ്ഞവരും ഒക്കെ ഇവരുടെ മുന്നിൽ തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ചിങ്ങക്കൂറുകാർ എത്തുക. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. പോകേണ്ട ക്ഷേത്രം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തി കുങ്കുമാർച്ചനയൊക്കെ നടത്തുക. നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും. അടുത്ത നക്ഷത്രജാതകർ ധനുക്കൂറുകാരാണ്. മൂലവും പൂരാടവും ഉത്രാടവും അടങ്ങിയ ധനുക്കൂറുകാർക്കും സമ്പത്തിന്റെയും നേട്ടത്തിന്റെയും ഉയർച്ചയുടെയും നാളുകൾ തന്നെയാണ്. കഠിനാധ്വാനവും ബുദ്ധിസാമർഥ്യവും കൊണ്ട് ഇവർ രക്ഷപ്പെടും. ബുദ്ധിമാന്മാരായി കണക്കാക്കപ്പെടുന്നു ഈ നക്ഷത്രജാതകരെ.
ജീവൻ പണയം വെച്ചും എന്തിനും കഠിനാധ്വാനത്തിലൂടെ ഇവർ എന്ത് കാര്യവും സാധിച്ചെടുക്കും. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നല്ല ഊർജ്ജസ്വലതയാണ് ഈ നക്ഷത്ര ജാതകർക്ക്. മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും വഞ്ചന എന്തെന്നറിയത്തില്ല ഇവർക്ക് ധനലാഭം വന്നു ചേരും, ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും, സമാധാനം ലഭിക്കും, ധാരാളം ധനം വന്നു ചേരും, ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. എല്ലാ രീതിയിലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, കുബേരദേവന്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകും. ഈ ഒരു പ്രത്യേക കൃപ കൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു കിട്ടും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. വലിയൊരു സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത്. ധനുക്കൂറുകാരായ മൂലം, പൂരാടം, ഉത്രാടം ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ അമ്മേ ഭഗവതി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത നക്ഷത്ര ജാതകർ മിഥുനക്കൂറുകാരാണ്. മകയിരം, തിരുവാതിര, പുണർതം. ഇവർ തന്ത്രശാലികളാണ്, ബുദ്ധിശാലികളുമാണ്. പണം സമ്പാദിക്കാനുള്ള ഒരു കഠിനാധ്വാനം ഇവരിലുണ്ട്. അത്രയേറെ ഭാഗ്യമാണ്. പണത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ പണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ലക്ഷ്മി കൃപ കൊണ്ട് കോടീശ്വര യോഗത്തിലെത്തുവാൻ യോഗം വന്നു ചേരും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ശരിയായി വരും. കടങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അത്രയേറെ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ഇനി ഇവരുടെ ജീവിതത്തിലെ നല്ല നാളുകൾ തന്നെയാണ് ആരംഭിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഇവർക്ക് അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹമുണ്ടാകും. മഹാഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ഇവരുടെ 4 ദിവസം മഹാഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ കാരണമാകും. ഇനി ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അവസാനിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക, ഒരു മഹാമൃത്യുഞ്ജ ഹോമം കൂടി നടത്തുക. ഇത് എല്ലാ മാസവും നിങ്ങളുടെ 4 ദിവസം നടത്തണം. മിഥുനക്കൂറുകാർക്ക് ഭാഗ്യമാണ്. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർതത്തിനും സാമ്പത്തിക നേട്ടം, നല്ല സാമ്പത്തിക നേട്ടമായിരിക്കും ഇവർക്ക് വന്നു ചേരുക. അതുപോലെ വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കേണ്ട സമയമാണ്. അതുപോലെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ ഈ നക്ഷത്ര ജാതകർ എത്തും. വിദേശവാസത്തിന് യോഗമുണ്ട്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ജീവിതത്തിൽ കൊതിച്ചതൊക്കെ നേടിയെടുക്കാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ഭൂമി വാങ്ങാൻ സാധിക്കും, വീട് വയ്ക്കാൻ സാധിക്കും. എല്ലാ രീതിയിലും വലിയ നേട്ടമാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് നാളുകൾ തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്നത്. അതിനായി പരിശ്രമിക്കുക. തീർച്ചയായും നടന്നിരിക്കും. നന്ദി, നമസ്കാരം.